ഹായ് ഓൾ വെൽക്കം ടു എക്സാം ബൈ USS ചാനൽ. അപ്പോൾ USS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. അതിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ചെയ്യുന്നത് നിർബന്ധമായി USSൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു 90% സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല കാണേണ്ടത്, ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. ഓക്കെ, ആ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് ഒരുപാട് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരുപാട് ഏരിയാസ് മനസ്സിലാവും. അതെല്ലാം 100% ചോദിക്കണം എന്നല്ല, അതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? Method of growing roots on branch of parent plant. Okay, and removing part after growth of root and transplanting that newly developed plant is called. അതായത് ഏതൊരു മെത്തേഡ് ഉണ്ട്, അതിനെന്താ ചെയ്യുന്നത്? ഗ്രോയിങ് റൂട്ട്സ് ഓൺ എ ബ്രാഞ്ച് ഓഫ് പാരൻറ്റിൻ്റെ ബ്രാഞ്ചിൽ ഒരു റൂട്ട് ഇങ്ങനെ വളർത്തുക. ഒരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ റൂട്ട് വളർത്തുകയാണ്. ഓക്കെ, ആൻഡ് റിമൂവിങ് ദ പാർട്ട് ആഫ്റ്റർ ഗ്രോത്ത് ഓഫ് റൂട്ട്. റൂട്ടൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആ പാർട്ട് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ട്രാൻസ്പ്ലാന്റിങ് ദ ന്യൂലി ഡെവലപ്ഡ് പ്ലാന്റ്സ്. ആ ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള ആ പ്ലാന്റിനെ വേറെ നടുക. അപ്പോൾ അതായത് ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിൽ കുറച്ച് എന്ത് ചെയ്യുക, പിന്നെ വേര് വളർത്തുക. വേര് വളർന്നു കഴിഞ്ഞാൽ അത് മുറിച്ചിട്ട് വേറെ എന്ത് ചെയ്യുക, പ്ലാന്റ് ചെയ്യുക. ഇതെന്തോ ഒരു മെത്തേഡാണ്. ഏതാ മെത്തേഡ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താ? ഗ്രാഫ്റ്റിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ലെയറിംഗ്, ബഡ്ഡിംഗ്. ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞ്. അതായത് ഒരു ബ്രാഞ്ച്, അതിൽ റൂട്ട് വളർത്തുന്നു, അത് റൂട്ട് വളർന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വേറെ വളർത്തുന്നു. ഇതിനെ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ സി, ലെയറിംഗ്. ലെയറിംഗ് എന്നാണ് പറയുക. ഓക്കെ, എന്താ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ? ലെയറിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് ഗ്രോയിങ് റൂട്ട്സ് ഓൺ ബ്രാഞ്ച് ഓഫ് പാരന്റ് പ്ലാന്റ് ആൻഡ് റിമൂവിംഗ് ദ പാർട്ട് ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ് ന്യൂലി ഡെവലപ്ഡ് പ്ലാന്റ്. അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള പിന്നെ ലെയറിംഗ് ആണുള്ളത്. ഒന്ന് എയർ ലെയറിംഗ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെയറിംഗ്. എയർ ലെയറിങ്ങും അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെയറിങ്ങുമാണ് രണ്ട് തരത്തിലുള്ള ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, എയർ ലെയറിംഗ് എന്ന് വെച്ചാൽ എയറിൽ തന്നെ അല്ലേ, പിന്നെ ഗ്രൗണ്ടിലേക്കൊന്നും ടച്ച് ചെയ്യാതെ സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാൻ ഫ്രം ദ sapling. ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. അവിടെ പെൻസിൽ തിക്ക് ആയിരിക്കണം. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. Peel off 1 centimeter bark from the stem in a circular shape. ഇവിടെ ഒരു 1 centimeter പീൽ ഓഫ് ചെയ്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പീൽ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ പിന്നെ സ്ലൈറ്റ്ലി മോയിസ്റ്റ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, അതുപോലെ തന്നെ സോയിൽ, സോഡസ്റ്റൊക്കെ കൂട്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു? അവിടെ പാക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് കവർ ചെയ്യുന്നു. ഒരു പോളിത്തീൻ പിന്നെ ഷീറ്റ് വെച്ച് അതൊന്ന് കവർ ചെയ്യാണ്. കവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ റൂട്ട്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കട്ട് ചെയ്ത് നമ്മളൊരു പുതിയ പ്ലാന്റായി വളർത്തും. അപ്പോൾ ഇത് എയറിൽ തന്നെയാണ് അല്ലേ, ഗ്രൗണ്ടൊന്നും ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന് എയർ ലെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബെൻഡ് ചെയ്ത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് ഗ്രൗണ്ടിൻ്റെ താഴേക്ക് പിന്നെ അതവിടെ ഫിക്സ് ചെയ്യാൻ. ഓക്കെ, ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട പോലെയുള്ള പ്ലാന്റ്സിലൊക്കെയാണ് ഗ്രൗണ്ട് ലെയറിംഗ് ചെയ്യുന്നത്. Layering is also done on branches that grow close to the soil. സോയിലിനോട് ക്ലോസ് ആയിട്ട് വളരുന്നതിലും നമ്മളിത് ചെയ്യും. ബൈ ബെൻഡിങ് ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ടു ദ സോയിലിലേക്ക് ബെൻഡ് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, ആ ഫിക്സ് ചെയ്തിട്ട് അവിടെ റൂട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്ത് വീണ്ടും വേറെ ഒരു പ്ലാന്റായി വളർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലെയറിംഗ്, പിന്നെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ടിഷ്യൂ കൾച്ചർ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഏരിയാസ് നമ്മൾ നിർബന്ധമായി നോക്കുക. ഇങ്ങനെയുള്ള കൂടുതൽ ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. USS നമുക്ക് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, താങ്ക് യു.